Okay, listen here. Another question. If the angles 13x plus 30 and 5x plus 6 are supplementary angles, find the measure of these angles. 13x plus 30 and 13x plus 30 and 5x plus 6. 5x plus 6. ഇത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? Supplementary equal 180. അങ്ങനെയാണെങ്കിൽ 13x plus 30 plus 5x plus 6 is equal to 180. 13x plus 5x 18x 18x plus 30 plus 6 36 equal to 180. 18x is equal to 180 minus 36. 18x is equal to 180 minus 36 എത്രയാ? 180 minus 36 144. 144. Then 18x is equal to, sorry, x is equal to 144 divided by 18. 144 divided by 18 എത്രയാ? ഇങ്ങനെ തന്നെയാണോ ചെയ്തേ? നോക്കട്ടെ. 144 divided by 18 8. x is equal to 8. ഇങ്ങനെയാണോ കിട്ടിയേ? അല്ല, ഇതുപോലെ തന്നെയാണോ ചെയ്ത് നോക്കിയേ? പക്ഷെ ഇങ്ങനെ ആൻസർ ഇതല്ല കിട്ടിയത് അവസാനം. എവിടെയാ തെറ്റിപ്പോയ? അല്ല മിസ്സേ, മിസ് മൂന്നാമത് ഇട്ടിട്ടില്ലേ 18 ഇൻറ്റു? അങ്ങനെ ഞാൻ ഇട്ടിട്ടില്ല. അവിടെ എനിക്കും തെറ്റിയത്. എങ്ങനെ? ഈ 18x കിട്ടിയതാണോ തെറ്റിയേ? 18x plus 36 equal 180 അല്ലേ? അവിടെ എനിക്ക് 11x plus 30. അതെങ്ങനെ 11x കിട്ടിയേ? 13x ഉം 5x ഉം എക്സ് കൂടെയുള്ളതെല്ലാം ആഡ് ചെയ്യാം. ഏതൊക്കെ നമ്പറിന്റെ കൂടെ എക്സ് ഉണ്ടോ ആ നമ്പറൊക്കെ കൂടെ ആഡ് ചെയ്യും. ഇവിടെ 13ന്റെ കൂടെ എക്സ് ഉണ്ട്, 5ന്റെ കൂടെ എക്സ് ഉണ്ട്. മിസ്, ഞാൻ ആഡ് ചെയ്ത് 5ഉം 6ഉം. അങ്ങനെ ആഡ് ചെയ്യരുത്. എക്സ് ഉള്ളത് മാത്രമേ ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ് ഇല്ലാത്തത് വേറെ തന്നെ ആഡ് ചെയ്യണം. എക്സ് കൂടെ വരുന്നത് ഒന്നിച്ച് ആഡ് ചെയ്യാം, എക്സ് ഇല്ലാത്തത് വേറെ തന്നെ ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ തെറ്റിയത് എവിടെയാന്ന്? അതുപോലത്തെ ക്വസ്റ്റ്യൻ വേറെ ഉണ്ടോ നോക്കട്ടെ. തരേണ്ട വരും, ഇതില് ഇല്ല. വേറെ ഇല്ല അല്ലേ? ഉണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യൻ.
If the supplement of an angle is 3 times its complement, if the supplement of an angle is 3 times its complement, find the angle. ഒരു ആംഗിളിന്റെ സപ്ലിമെന്റ് കോംപ്ലിമെന്റിന്റെ ആ ആംഗിളിന്റെ കോംപ്ലിമെന്റിന്റെ 3 ടൈംസ് ആണെങ്കിൽ എത്രയായിരിക്കും ആ ആംഗിൾ? മനസ്സിലാവുന്നില്ല. ഒരു ആംഗിൾ അതിനൊരു സപ്ലിമെന്റും ഉണ്ടാവും ഒരു കോംപ്ലിമെന്റും ഉണ്ടാവും അല്ലേ? ഇപ്പൊ 45 എന്ന് പറയുന്ന ഒരു ആംഗിൾ എടുത്താൽ അതിന്റെ സപ്ലിമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം 180 മൈനസ് 45. കോംപ്ലിമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം 90 മൈനസ് 45 അല്ലേ? അപ്പൊ രണ്ട് ആംഗിൾസും സപ്ലിമെന്റ് ആംഗിളും കോംപ്ലിമെന്റ് ആംഗിളും എങ്ങനെയാ വരുന്നേ? സപ്ലിമെന്റ് ഓഫ് ആൻ ആംഗിൾ ഈസ് 3 ടൈംസ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് ആംഗിളിന്റെ 3 മടങ്ങാണ് സപ്ലിമെന്റ് ആംഗിൾ. അപ്പൊ എങ്ങനെ ചെയ്യാം? ആംഗിൾ എക്സ് ആയിട്ട് എടുക്കാം. ആംഗിൾ ഇസ് ഈക്വൽ ടു എക്സ്. സപ്ലിമെന്റ് ആണെങ്കിലോ സപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ്. കോംപ്ലിമെന്റോ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു 90 മൈനസ് എക്സ്. സപ്ലിമെന്റ് 180 മൈനസ് എക്സ്, കോംപ്ലിമെന്റ് 90 മൈനസ് എക്സ്. ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ എന്താ? ആംഗിളിന്റെ സപ്ലിമെന്റ് ഓഫ് ആൻ ആംഗിൾ. സപ്ലിമെന്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഇറ്റ്സ് കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റിന്റെ 3 മടങ്ങാണ് സപ്ലിമെന്റ് ആംഗിൾ. അപ്പൊ സപ്ലിമെന്റ് എത്രയാ ഇവിടെ? 180 minus x. Supplement is equal to 3 into complement എത്രയാ? 90 minus x. ഇനി ഇത് സോൾവ് ചെയ്യണം. ഇനി ഇത് സോൾവ് ചെയ്യാൻ ആദ്യം 180 മൈനസ് എക്സ് അങ്ങനെ തന്നെ വെക്കുക. 180 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 3 into 90 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 3നെ 90 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, മൈനസ് എക്സ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, എക്സ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3 into 90 മൈനസ് 3 into എക്സ്. 180 minus x is equal to 3 into 90 270 minus 3 into x 3x. ഇനി എക്സിന്റെ ടേംസ് എല്ലാം LHSലും RHSലും LHSലും അല്ലാത്ത ടേംസ് എല്ലാം RHSലും കൊണ്ടുവരാം. ഇവിടെ LHSല് 180 മൈനസ് എക്സ് ഉണ്ട്, അവിടെ എക്സ് മൈനസ് എക്സ് അവിടെ തന്നെ വെക്കാം. എന്നിട്ട് RHSലുള്ള മൈനസ് 3x LHSലേക്ക് കൊണ്ടുവരാം. അപ്പൊ എത്രയാവും? മൈനസ് 3x ഇപ്പുറത്തോട്ട് വരുമ്പോ പ്ലസ് 3x ആവും. 3x ഇവിടെ മൈനസ് എക്സ് ഓൾറെഡി ഉണ്ട്, മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ 270 ഓൾറെഡി ഉണ്ട്, ഇപ്പുറത്തുള്ള 180 RHSലേക്ക് പോകുമ്പോൾ മൈനസ് 180 ആവും. 3x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 3xൽ നിന്ന് ഒരു എക്സ് മൈനസ് ചെയ്താൽ 2x എന്ന് കിട്ടും. 2x ഈസ് ഈക്വൽ ടു 270 മൈനസ് 180 270 മൈനസ് 180 എത്രയാ? 90. അപ്പൊ x ഈസ് ഈക്വൽ ടു
90 divided by 2, then x is equal to 45 degree. ഇത്രയും ചെയ്താലാണ് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ ചെയ്തത്? ഇതൊന്ന് പെട്ടെന്ന് എഴുതിയെടുക്കുക, ക്വസ്റ്റ്യൻ എഴുതിയിട്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണ്ട, ഇപ്പൊ എഴുതിക്കോ. എന്തെങ്കിലും ഡൗട്ട് പക്ഷെ തോന്നുന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കിലോട്ട് എഴുതട്ടെ. ആ നോട്ടിലേക്ക് എഴുതിക്കോ. ഓക്കെ, പേജ് നമ്പർ 111 എക്സാമ്പിൾ 7 ഒന്ന് നോക്കിയേ. പേജ് നമ്പർ മിസ് പേജ് 111 നമ്പർ ഒന്നും കൂടെ പറയാമോ? 111 എക്സാമ്പിൾ 7. എക്സാമ്പിൾ എത്രയാ? 7. In figure 8.9, AOB is a straight line and OC stands on it. If cone AOC is 47 degree and BOC is x degree, find the value of x. അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതില് AOB എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണാം. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ മേലെ OC എന്ന് പറയുന്ന ഒരു റേ ഉണ്ട്. ആ റേ അവിടെ രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, കോൺ AOCയും കോൺ BOCയും. ഓക്കെ, കോൺ AOC 47 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്, കോൺ BOC x ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈനിന്റെ ആംഗിളിന്റെ മെഷർമെന്റ് എത്രയാ? ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ആംഗിൾ മെഷർമെന്റ് എത്രയാ? എത്രയാ സ്ട്രെയിറ്റ് ലൈനിന്റെ ആംഗിൾ മെഷർമെന്റ്? റൈറ്റ് ആംഗിളിൻ്റെത് 90 ഡിഗ്രി, സ്ട്രെയിറ്റ് ലൈനിൻ്റെതോ എത്രയാ ഫെയ്ത്ത്? ആ പറഞ്ഞോ. സ്ട്രെയിറ്റ് ലൈനിന്റെ ആംഗിൾ മെഷർമെന്റ് ഇറ്റ് ഈസ് 180 ഡിഗ്രി. സ്ട്രെയിറ്റ് ലൈനിന്റെ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഇവിടെ രണ്ട് ആംഗിളും ഒരേ സ്ട്രെയിറ്റ് ലൈനിന്റെ മേലെയാ വരുന്നത് അല്ലേ? രണ്ട് ആംഗിളും നമ്മൾ ചേർത്ത് വെക്കുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് രണ്ടിന്റെയും രണ്ട് ആംസ് കൂടി ചേരുമ്പോൾ കിട്ടുന്നത്. അപ്പോ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇവിടെ കോൺ AOCയും കോൺ BOCയും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. ദെൻ കോൺ AOC എത്രയാന്ന് തന്നിട്ടുണ്ട്? 47 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. കോൺ AOC is equal to 47 ഡിഗ്രി. ദെൻ കോൺ BOC x ആയിട്ട് എടുത്തിട്ടുണ്ട്. 47 ഡിഗ്രി പ്ലസ് x ഡിഗ്രി is equal to 180 ഡിഗ്രി. 47 ഡിഗ്രി പ്ലസ് x ഡിഗ്രി is equal to 180 ഡിഗ്രി. അതൊന്ന് പെട്ടെന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. x is equal to 180 minus 47. 180 minus 47 that's equal to 133. അതായത് കോൺ BOC is equal to 133 ഡിഗ്രി, 133 ഡിഗ്രി. ലീനിയർ പെയർ ആണെങ്കിൽ, ലീനിയർ പെയർ എന്ന് വെച്ചാൽ രണ്ട് ആംസ് കൂടി ചേരുമ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടുന്ന പെയർ ഓഫ് ആംഗിൾസിനെയാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത്. ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ആണെങ്കിൽ ആ രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതേപോലെ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ഫിഗർ 8.10 what value of x would make POQ a straight line?
പി ഒ ക്യു എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവണമെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ പി ഒ ക്യു സ്ട്രെയിറ്റ് ലൈൻ ആവുകയെന്ന് വെച്ചാല് the angles should be linear pair. Linear pair means the sum of the angles is equal to 180 degree. Then POQ will be a straight line if con POR plus con QOR is equal to 180 degree. രണ്ട് ആംഗിൾസും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അവിടെ കോൺ POR എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 2x plus 30 ഡിഗ്രി. കോൺ QOR 4x ആണെന്ന് തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുക എന്ന് വെച്ചാൽ 2x plus 30 plus 4x is equal to 180. 2xും 4xും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 6x എന്ന് കിട്ടും. 6x plus 30 is equal to 180. ഇനി 30യെ നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. 6xനെ അവിടെ തന്നെ കീപ്പ് ചെയ്യുന്നു. 6x is equal to 180 minus 30, that is equal to 150 degree. Then x is equal to, xനെ അവിടെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് 6നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റുന്ന സമയത്ത് x is equal to 150 divided by 6. 150 divided by 6 is equal to 25 degree. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ 15ാമത്തെ പേജ് നമ്പർ 113 എക്സസൈസ് 8 15ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? In figure 5, അല്ല 12ാമത്തെ ക്വസ്റ്റ്യൻ. In figure 2, con AOC and con BOC form a linear pair. Determine the measure of con AOC and con BOC. ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഫിഗർ 2 അതിന് താഴെ കാണിച്ചിരിക്കുന്ന ഫിഗർ 2 AOB con AOC 6xും con BOC 4xും ആയിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. 12ാമത്തെ ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കിയേ. എക്സിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഒന്ന് ശ്രദ്ധിച്ചേ. എങ്ങനെയായിരുന്നു ആംഗിൾ വരുന്നത്? ഇങ്ങനെ രണ്ട് ആംഗിൾ ഇവിടെ. ഓ നേരെ തിരിച്ചിട്ടാ അല്ലേ? ഓക്കെ ഇങ്ങനെയല്ലേ? ദെൻ ഇവിടെ സി, ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ ഒ, ഇവിടെ 6xും ഇവിടെ 4xും. ഇതല്ലേ? ഓക്കെ 6x AOC 6xും BOC 4xും. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് ഓൾറെഡി അറിയാം 6xും AOCയും BOCയും കൂടി ആഡ് ചെയ്താൽ കോൺ AOC പ്ലസ് കോൺ
BOC will be 180 degree. അല്ലേ? Then കോൺ AOC എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 6x. 6x plus 4x is equal to 180 degree. 6x plus 4x എത്രയാ? 6xും 4xും കൂട്ടിയാൽ 10x. 10x is equal to 180 degree. Then x is equal to 180 by 10. That is equal to 18. Then con AOC 6x. 6x അല്ലേ con AOC? 6x is equal to 6 into 18 equal to 108. Then con BOC 4x is equal to 4 into 18 equal to 72. Con AOC 108, con BOC 72. Okay. ഇനി ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരട്ടെ. ഇതൊന്ന് പെട്ടെന്ന് എഴുതിയെടുത്തോ. ഞാനിവിടെ വേറൊരു ക്വസ്റ്റ്യൻ വരച്ചു വെക്കാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണേ. 7x ഉം 11x ഉം. Find the value of x and the value of measurement. Sorry, measurement of the angle. Find the measurement of the angles con AOC and con BOC. Question ഒന്ന് എഴുതിയെടുത്തേ. എഴുതിയെടുത്തോ? അത് ഹോംവർക്ക് ആയിട്ടൊന്ന് ജസ്റ്റ് ചെയ്യാം. ഓക്കെ,
ഇതിൽ കാണുന്നേക്കും. ഇപ്പൊ ചെയ്തതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. 6x-നും 4x-നും പകരം 7x-ഉം 11x-ഉം. ഇപ്പൊ ചെയ്തിട്ട് ഇപ്പൊ തന്നെ എനിക്കത് അയച്ചു തരണേ, ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാം കേട്ടോ. ഓക്കെ, ബൈ.